സ്ഥലത്തിന് മുമ്പ് വന്നിട്ടുണ്ടോ? എന്തോന്നാടി അമ്മമാര് ചിരിച്ചു മനുഷ്യനെ വയറ് വേലെടുക്കുന്നു. എന്തൊക്കെയായിരുന്നു കൊറേയൊക്കെ ഞാൻ മറന്ന്. അമൽ ഡേവിസ് ഒരു രക്ഷയില്ല കേട്ടോ. രക്ഷയില്ല വെച്ചാ എന്നുവെച്ചാ അവൻ കൊള്ളാന്ന്. എടി പെണ്ണ നിന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചേക്കുന്നോട്ടോ. നീ ഒന്ന് പോയേ. ചായ കുടിച്ചോടാ. മനസ്സ് ആളൊഴിഞ്ഞ പൂരപ്പുറം പോലെ ആയിപ്പോയി. ഏത് ആ പെങ്കൊച്ചിനെ ആലോചിച്ചിട്ടാണോ? ഇതാരോടും പോയി പറയലട്ടാ, ആൾക്കാർ ചിരിക്കും. അതെന്തിനി? എടാ അതൊന്നും നടപടിയാവൂല. ഒന്നാമത്തെ നീ വിചാരിക്കണ പോലത്തെ ഒരു പെങ്കൊച്ചല്ല അവള്. പിന്നെ മറ്റവനാദി അവനായിട്ട് അവള് റിലേഷൻഷിപ്പിലാന്ന് തോന്നുന്നു. അതെന്താ അത്? എടാ നീ ഇന്നലത്തെ ഡാൻസ് കണ്ടില്ലേ? ആ 3 പേരുള്ളതില് ആരായിട്ടായിരുന്നു അവൾ കൂടുതൽ ഇന്റിമേറ്റ്? എടാ അത് റീനു ആയിരുന്നില്ല മെയിൻ ഗോപിക. ശരി, അവനെ വിട്. അവളെന്താ കാണിച്ച്? അവളെന്താ കാണിച്ച്? ഏത് കൊല്ല കാമ്പോജി കണ്ടു കഴിഞ്ഞാൽ അറിയാ അവര് വെറും ഫ്രണ്ട്സ് അല്ലാന്ന്. എടാ അത് അവള് ക്യാരക്ടർ ആയതാണ്. എടാ അതൊന്നും അല്ല, അവര് തമ്മിലെല്ലാം നടന്നിട്ടുണ്ട്. ഡാടാ തെണ്ടിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഈ ദുകുല കാമ്പോജിൽ ഞാൻ തിളച്ച ചായ ഒഴിക്കും. നീ മറ്റൊന്ന ചെന്നൈക്കോ അല്ലേ ടിക്കറ്റ് എടുത്ത് തരട്ടെ? ഞാൻ ചെന്നൈക്കും പോണുള്ള ഒരു മറ്റിടത്തേക്കും പോണുള്ള. രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. ആഹാ ഡാ മോനെ അടങ്ങ്. നീ ഇന്നലെ അവള് പറഞ്ഞത് ശ്രദ്ധിച്ച? ഇവിടെ നിൽക്കാൻ റീസണിലായി പോകുന്നതാണ് നല്ലതെന്ന്. അതിന് വേറൊരർത്ഥം കൂടിയുണ്ട്. എന്തർത്ഥം? ഇവിടെ നിൽക്കാൻ റീസൺ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ നിൽക്കണം എന്നല്ല അവൾ ഉദ്ദേശിച്ചത്. പക്ഷെ എൻ്റെ മോനെ നീ പെൺപിള്ളേര് പറയണ കോഡ് ഭാഷ ഡീകോഡും ചെയ്തിട്ട് അതിനൊക്കെ ഒരർത്ഥം കണ്ടുപിടിക്കല്ലേട്ടാ. എനിക്ക് മുമ്പ് പറ്റിയിട്ടുള്ളതാണ്. എന്തായാലും റീനുവിൻ്റെ ഹൈദരാബാദ് വിട്ട് ഇനി എനിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നണല്ലോ അമൽ ഡേവിസേ. പ്രേമം മനുഷ്യൻ്റെ അന്തം മാത്രമല്ല, പിന്നെ മണ്ടനും കൂടി ആക്കും. എടാ മണ്ട വണ്ടി എടുക്ക്. എങ്ങോട്ട്? കൊക്കയിലേക്കാ? എന്നാ ബാക്കിലേക്ക് റിവേഴ്സ് എടുക്ക് തൈരി. ആ റിവേഴ്സ് ചെയ്യാൻ എടുക്കും. ശമ്പളത്തിന് 10,000 റെന്റ് പോയി കഴിഞ്ഞാൽ പാലിൻ്റെ ബില്ല്. കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ഗേറ്റ് കോച്ചിങ് കണ്ടിന്യൂ ഉണ്ടോ? ഗേറ്റ് കോച്ചിങ് ഒന്നും ഇല്ല. ആദ്യം ഒരു ജോലി. എന്ത് ജോലി? നിന്റെ മറ്റേ കസിനില്ലേ തോമസ്, അവൻ്റെ അമ്മ മേരി ആൻറ്റി. ആ പുള്ളിക്കാരിക്ക് ഇവിടെ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ഷോപ്പില്ലേ? ആ നീ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു ജോലി കിട്ടുമല്ലേ? പോയേടാ, അമ്മ ആൻറ്റിയെ കൊടുക്ക തുടക്കാണ്. ഇനി ഞാൻ നിനക്ക് വേണ്ടി അവിടെ റെക്കമെൻഡേഷൻ ചെയ്തിട്ട് വീട്ടിലറിഞ്ഞിട്ട് വേണം എനിക്കൊരു വാളെടുക്കാൻ. എടാ നാട്ടിൽ കിടക്കുന്നത് നിന്റെ അമ്മ ഇത് എങ്ങനെ അറിയാനാണ്? നീ ആ കേസ് വിട്. പിന്നെ ശരി, നിനക്ക് ജോലി കിട്ടി എന്നിട്ട്? നിനക്ക് ഇന്നലെ അവള് പറഞ്ഞത് ഓർമ്മയില്ലേ? അവര് താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ അടുത്ത് PG ഒക്കെ റീസണബിൾ ആയിട്ട് കിട്ടുമെന്ന്. നമുക്ക് അങ്ങോട്ട് മാറാം. ഞാൻ അത് ഫിക്സ് ചെയ്തു. ഇതിനൊക്കെ ആര് റെന്റ് കൊടുക്കും? നീ ഇപ്പൊ കൊടുക്കുന്ന എന്നെ കൊടുത്താൽ മതി, ബാക്കി ഞാൻ ഇട്ടോളാം. എൻ്റെ അമ്മേ, ജോലി കിട്ടണേന് മുമ്പ് ഇങ്ങനെ? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കിടക്കാൻ നല്ല വൃത്തിയുള്ള ഒരു റൂം, പിന്നെ 2 കട്ടില്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. നിനക്ക് പിന്നെ പഠിക്കാൻ പോകാനും എളുപ്പമാണ് അവിടുന്ന്. നീ പഠിക്കാൻ പോകുന്നു, ഞാൻ പണിക്ക് പോകുന്നു. പിന്നെ ഒഴിവ് സമയങ്ങളിൽ ഞാനും റീനും കൂടി വിഹരിക്കുന്നു. ബാക്കിയെല്ലാം ഓക്കെ. ലാസ്റ്റ് പറഞ്ഞത് നടന്നു തന്നെ. മാത്രമല്ല ഈ കേസും പറഞ്ഞ് ഇന്ന് അവൾക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് കൂടാ. എപ്പടി? നാണോ? നോക്കട്ടെ. നോക്കട്ടെ എന്നാ? ഇല്ലടാ, ഞാൻ നിന്നെ നാളെ തന്നെ ഫ്രൈഡ് ചിക്കൻ്റെ മാനേജർ ആക്കാം. നോക്കാണ്ട് പിന്നെ ഇവിടെ ഒരു രൂപ കോയിനുണ്ടായിരുന്നല്ലോ. കൊയിനാ? അതെന്തിനാണ്? ടോസറിന്റെ ഞായറാഴ്ച അല്ലേ? ടോസ് അമല, നീ കൊയിന അവിടെ വെച്ചേ. എന്നിട്ട് കയറി കിടന്നേ. ഇതൊക്കെ പോങ്ങിടും. കിടക്ക്. അയ്യയ്യേ, അല്ല പോയി കിടന്നു തുടങ്ങിയടാ. ഗുഡ് നൈറ്റ്. ഈ ജോലി ടെമ്പററി ആയിട്ടാണെന്ന് നീ പറയണ്ട കേട്ടോ. ഇത് നിന്റെ പാഷനാണെന്നാണ് ഞാൻ മേരി ആന്റിനോട് പറഞ്ഞേക്കണത്. പാഷനാ? ബൈ. അതെ, മേരി ആന്റി ബോല. ഒറ്റ മിനിറ്റ്. സൂക്ഷിച്ചും കണ്ട് നിക്കണം. ഇവിടെ ഓരോ ചിക്കൻ പീസിന് കണക്കുള്ളതാണ്. പോടാ അവിടെ. ബൈ. పోతున్నారా అరండి నువ్వు ఇక్కడనే ఉండు సరేనా നമ്മൾ താമസിക്കുന്നിടത്തെ PG വല്ലതും പരിചയമുണ്ടോന്ന് വെച്ചിട്ട് അമൽ ഡേവിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അമൽ ഡേവിസ് പണി തുടങ്ങി. അയച്ചോട് ഓടിയതൊന്നും.
ഡാ കാർത്തിക് ഒരു പി ജിയുടെ നമ്പർ അയച്ചിട്ടുണ്ടല്ലോ. ഒഴിവുള്ളപ്പോ പോയി നോക്കാം. അതെ, വീട്ടിൽ ചെന്ന് ഞാൻ പഠിക്കാൻ പോവാണ്. കമാന്നൊരു അക്ഷരം നിന്റെ വായിന്ന് വരരുത്. വല്ല പാട്ടും കേട്ടിരുന്നോളാം. भैया 2 पैकेट प्याल